ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി മുജ്തബ ഖമേനി അധികാരം ഏറ്റെടുത്തിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് പിന്നിട്ടിട്ടുള്ളത്. അധികാര കൈമാറ്റം നടന്ന വാർത്തകൾക്ക് പിന്നാലെ ഇപ്പോൾ പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും ലോകരാജ്യങ്ങളെ ഒരുപോലെ മുൾമുനയിൽ നിർത്തുന്നതാണ്. പ്രധാനമായും പുതിയ നേതാവ് മുജ്തബ ഖമേനിയുടെ ശാരീരികാവസ്ഥയെക്കുറിച്ചും അദ്ദേഹം അധികാരമേറ്റുടൻ നടത്തിയ സൈനിക നീക്കങ്ങളെക്കുറിച്ചുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അലി ഖമേനിയുടെ വിയോഗത്തിന് ശേഷം മുജ്തബ ഖമേനിയെ പിൻഗാമിയായി പ്രഖ്യാപിച്ച തീരുമാനം ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും സൈനിക നീക്കങ്ങളിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ വന്ന ഔദ്യോഗിക റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് വലിയ സംശയങ്ങളാണ് ഉയർത്തുന്നത്. ഇറാനിലെ സർക്കാർ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളാണ് ഇങ്ങനൊരു സംശയം ഉടലെടുക്കാനുള്ള കാരണം. യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തവരെയോ അല്ലെങ്കിൽ ശാരീരികമായി മുറിവേറ്റവരെയോ സൂചിപ്പിക്കുന്ന പ്രത്യേക വിശേഷണങ്ങളാണ് അദ്ദേഹത്തിന്റെ പേരിനൊപ്പം ഇപ്പോൾ ഔദ്യോഗികമായി ചേർക്കപ്പെട്ടിരിക്കുന്നത്. തന്റെ പിതാവ് കൊല്ലപ്പെട്ട അതേ ആക്രമണത്തിൽ മുജ്തബ ഖമേനിക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നിട്ടുള്ളത്. അധികാരമേറ്റ ശേഷം ഇതുവരെയും പൊതുവേദികളിലോ ക്യാമറയ്ക്ക് മുന്നിലോ അദ്ദേഹം പ്രത്യക്ഷപ്പെടാത്തതും ഈ അഭ്യൂഹങ്ങൾക്ക് അടിവരയിടുന്നു. പുറത്തുവരുന്ന വിവരങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ പരിക്കേറ്റ നിലയിലും തന്റെ സൈന്യത്തെ അതിശക്തമായി നയിക്കാൻ അദ്ദേഹം നൽകുന്ന നിർദ്ദേശങ്ങൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. മുജ്തബ ഖമേനി അധികാരമേറ്റ ഉടൻ തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC തങ്ങളുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാരകമായ മിസൈൽ ആക്രമണങ്ങളിൽ ഒന്ന് നടന്നത്. ഇറാന്റെ പക്കലുള്ള അത്യാധുനിക മിസൈലുകളായ ഖോറം ഷഹർ, ഫത്തഹ്, ഖൈബർ ഷെക്കാൻ എന്നിവ ഒരേ സമയം തൊടുത്തുവിട്ടാണ് അവർ തങ്ങളുടെ കരുത്ത് തെളിയിച്ചത്. ഏകദേശം 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഖോറം ഷഹർ മിസൈലുകൾക്ക് പശ്ചിമേഷ്യയിലുടനീളം നാശം വിതയ്ക്കാൻ ശേഷിയുണ്ട്. ഈ മിസൈലുകൾക്ക് പുറമെ 100 കണക്കിന് ഡ്രോണുകളും ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഇറാൻ വിക്ഷേപിച്ചു. ഈ സൈനിക നീക്കത്തിന് നൽകിയ പേരും ശ്രദ്ധേയമാണ്. പുതിയ നേതാവിനുള്ള കൂറും വിശ്വാസവും പ്രഖ്യാപിച്ചുകൊണ്ട് മുജ്തബ ഞങ്ങൾ അങ്ങയുടെ സേവനത്തിന് സന്നദ്ധരാണ് എന്ന സന്ദേശം ആലേഖനം ചെയ്ത മിസൈലുകളാണ് ഇസ്രായേൽ നഗരങ്ങളിലേക്ക് പതിച്ചത്. ഇസ്രായേലിന്റെ അയൺഡോം ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ പല മിസൈലുകളെയും ആകാശത്ത് വെച്ച് തകർത്തെങ്കിലും അവയുടെ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലകളിൽ പതിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റിഷോൺ ലെ സിയോൺ, ലുഡ് തുടങ്ങിയ നഗരങ്ങളിൽ ഇറാന്റെ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് കെട്ടിടങ്ങൾ തകരുകയും സാധാരണക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒരു സ്ത്രീക്ക് തലയ്ക്ക് മാരകമായി പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. റിഷോൺ ലെ സിയോൺ, ലുഡ് തുടങ്ങിയ നഗരങ്ങളിൽ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് കെട്ടിടങ്ങൾ തകരുകയും സാധാരണക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒരു സ്ത്രീക്ക് തലയ്ക്ക് മാരകമായി പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് വെറും ഒരു ആക്രമണമല്ലെന്നും മറിച്ച് മുജ്തബ ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ തുടങ്ങിവെച്ച പുതിയ യുദ്ധതന്ത്രത്തിന്റെ തുടക്കമാണെന്നും പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇതോടൊപ്പം തന്നെ അമേരിക്കൻ സൈന്യത്തിനുണ്ടായ ആൾനാശത്തെക്കുറിച്ചും വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. യുദ്ധമുഖത്ത് 7ാമത്തെ അമേരിക്കൻ സൈനികനും കൊല്ലപ്പെട്ടതായി വാഷിംഗ്ടൺ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ഇറാൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. അമേരിക്ക തങ്ങളുടെ സൈനികർക്കുണ്ടായ യഥാർത്ഥ നാശനഷ്ടങ്ങൾ ലോകത്തിനു മുന്നിൽ മറച്ചുവെക്കുകയാണെന്ന് ഇറാൻ ആരോപിക്കുന്നു. 500-ലധികം അമേരിക്കൻ സൈനികർ ഇതിനകം കൊല്ലപ്പെട്ടുവെന്നാണ് ഇറാന്റെ വാദം. പുതിയ ഇറാൻ നേതൃത്വം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. യുദ്ധം ഇനിയും നീണ്ടുപോയാൽ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയം തന്നെ മാറ്റേണ്ടി വരുമെന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മുറിവേറ്റ സിംഹത്തെ പോലെയാണ് പുതിയ ഇറാൻ നേതാവ് പെരുമാറുന്നതെന്നാണ് പൊതുവായ വിലയിരുത്തൽ. തന്റെ ശാരീരിക അവശതകളെ മറികടന്നും സൈന്യത്തെ ഏകോപിപ്പിക്കാനും ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം. മുജ്തബ ഖമേനിയുടെ ഓരോ ചുവടുവയ്പും അമേരിക്കയും ഇസ്രായേലിനെയും സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായി മാറിക്കഴിഞ്ഞു.